ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ഈ മാസം അവസാനത്തോടെ മറിപ്പുഴ ഭാഗത്തു നിന്നും പാറ തുരക്കൽ ആരംഭിക്കും. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച തുരങ്കപാതയുടെ പ്രവൃത്തികൾ അതിവേഗത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരം വഴിയുള്ള യാത്രാ ദുരിതത്തിന് അന്ത്യം കുറിക്കുന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ വയനാട് തുരങ്കപാത പദ്ധതി. താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ തുരങ്കമുഖത്തേക്കുള്ള നിർമ്മാണ ഉപകരണങ്ങളെല്ലാം എത്തിച്ചു. തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഷെൽട്ടറുകളുടെ നിർമ്മാണവും തുരങ്കപാതയ്ക്കരികിലായി ഇതിനോടകം പൂർത്തിയായി. അതിവേഗതയിൽ ഉള്ള നിർമ്മാണ പ്രവർത്തികൾ നമ്മുടെ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ SPV ആണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ, നിർമ്മാണ കമ്പനി ദിലീപ് ബിൽഡ്കോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്, അവരുടെ നേതൃത്വത്തിൽ അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറിപ്പുഴ ഭാഗത്ത് താൽക്കാലിക പാലം നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു. നമുക്ക് മിഷനറീസ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഫോറസ്റ്റിൻ്റെ ട്രീ കട്ടിങ് ആവശ്യമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എർത്ത് കട്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ പാറയിൽ ഇതിനോടകം മാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പാറ തുരക്കാൻ ആവശ്യമായ ഡ്രിഗ് എത്തിയിട്ടുണ്ട്. ഡ്രില്ലിംഗ് ഡ്രിഗ് എന്ന് പറഞ്ഞ മെഷീൻ എത്തിയിട്ടുണ്ട്. 2 മെഷീനുകളാണ് വേണ്ടത്. അത് ഇവിടെ എത്തി, മേപ്പാടി സൈഡിലും എത്തി. അപ്പോൾ 2 മെഷീനുകളും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വളരെ വേഗത്തിൽ ക്യാമ്പ് ഷെഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞു. താൽക്കാലികമായ ക്രഷർ യൂണിറ്റ് വന്നു. അപ്പോൾ എല്ലാം വളരെ വേഗതയിൽ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. മുത്തപ്പൻപുഴയിൽ ഈ കാണുന്ന ഭാഗത്താണ് തുരങ്കപാത നിർമ്മാണത്തിനൊരുങ്ങുന്നത്. അതിൻ്റെ പ്രാഥമിക പ്രവൃത്തികളൊക്കെ ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8.11 കിലോമീറ്ററാണ് വരാൻ പോകുന്ന തുരങ്കപാതയുടെ നീളം. കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ ഭാഗത്തു നിന്നുമായിരിക്കും പാറ തുരക്കലിന് തുടക്കം. ഒപ്പം വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗത്തും സമാന്തരമായി പ്രവൃത്തി തുടങ്ങും. ഒരേ സമയത്ത് തന്നെ ഇരുഭാഗത്തു നിന്നും തുരന്നു പോകുന്ന രീതിയിലായിരിക്കും നിർമ്മാണ പ്രവൃത്തി നടക്കുക. ഇതിനോടകം പാറ പൊട്ടിക്കുന്നതിനുള്ള ക്രഷർ യൂണിറ്റ്, ഡബ്ബിംഗ് യൂണിറ്റ് എന്നിവ സജ്ജമായിട്ടുണ്ട്. ജനുവരി അവസാനത്തോടെ പാറ തുരക്കൽ ആരംഭിക്കാനാകും. ഓസ്ട്രിയിങ് പാനലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഡ്രില്ലിംഗ് റിഗ് എന്ന് പറഞ്ഞ ഇത് ഉപയോഗപ്പെടുത്തി 10 മീറ്റർ റേഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആ റേഡിയൻസിലൂടെ സാധാ നമ്മൾ ഡ്രില്ല് ചെയ്ത് അതിൽ മരുന്ന് നിറച്ച് ബ്ലാസ്റ്റിംഗ് ആണ്. അത് വലിയ പ്രകമ്പനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതല്ല. അത് നിയന്ത്രിത സ്ഫോടനം എന്ന് പറയും. ആ നിലയിലാണ് അതിൻ്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. മറിപ്പുഴ മുതൽ മീനാക്ഷി പാലം വരെ സമീപ റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയുടെ 8.11 കിലോമീറ്ററാണ് ഇരട്ട തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കും. പാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിലിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം. കേരളത്തിൽ നിന്ന് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും ഇതോടെ സുഗമമാകും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 24 മണിക്കൂറും നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യാനാകുന്നതോടെ ഈ മാസം അവസാനം തന്നെ തുരങ്കത്തിന്റെ ഡ്രില്ലിംഗ് പ്രവൃത്തികൾ നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.